എത്രയോ ആളുകൾ, എത്രയോ പുരോഹിതന്മാർ അവർ തൗഹീദ് സ്വീകരിക്കാത്തതിൻ്റെ കാരണം ഇതാണ്. കാര്യം സത്യം എന്താണെന്നറിയാം, അള്ളാഹുവിനെ മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ അറിയാം, ജാറം കെട്ടിപ്പോക്കാൻ അറിയാം. പക്ഷേ ഇതാണ് കാരണം. ഈ കാരണം കൊണ്ട് നിഷേധിച്ചവനാണ് ഫിർഔൻ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വജഹദു ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും ഗുൽമൻ വഉലുവ, അവർക്ക് വ്യക്തമായി ഹൃദയത്തിൽ ബോധ്യപ്പെട്ട കാര്യമാണ് അവർ നിഷേധിച്ച് തള്ളിയത്. ആരെ പറ്റി പറഞ്ഞത്? ഫിർഔനിനെ കുറിച്ച് പറഞ്ഞത്. ഇതുപോലെ തന്നെ ഒരിക്കലൊരു ജനങ്ങൾക്ക് ജാറവും മറ്റുമൊക്കെ സൗകര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സത്യമാണ് മോനെ, പക്ഷേ ഈ പറഞ്ഞതിൽ ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞ് ദുനിയാവിൽ ജീവിക്കാൻ പറ്റില്ല. നോക്കൂ നിങ്ങൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നസ്രാനിയായ ആ പുരോഹിതൻ ഇബ്നുൽ ഖയ്യിം കൊടുത്ത മറുപടി, ആ മറുപടിയാണ് ഇവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞു, നീ അള്ളാഹുവിനെ നിഷേധിച്ചപ്പോൾ അവൻ നിനക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിച്ചതിന് ശേഷം അവൻ നിന്നെ കൈവടിയുമെന്നാണ് നീ വിചാരിക്കുന്നത്? അള്ളാഹുവിനെ നിഷേധിച്ചപ്പോൾ അവൻ നിനക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. മുസ്ലിയാക്കന്മാരായ ഈ പറഞ്ഞ സത്യമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവർ, അള്ളാഹു അല്ലാത്തവർക്ക് ദുആ ചെയ്യാൻ വേണ്ടി തെളിവുണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ, അവർ ചിന്തിക്കേണ്ടതാണിത്. അള്ളാഹുവിൻ്റെ ഖുർആനിനെതിരെ നിൽക്കുന്ന സമയത്ത് നിനക്ക് ഭക്ഷണം നൽകിയത് റബ്ബാണ്. നീ അള്ളാഹുവിൻ്റെ ദീനിലുള്ള ഹക്ക് പറഞ്ഞതിന് ശേഷം അള്ളാഹു നിന്നെ കൈവടിയുമെന്നാണ് നീ വിശ്വസിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര ദുർബലമാണ് ഇത്തരക്കാരുടെ വിശ്വാസം.